മലയോര സമരജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകാനൊരുങ്ങി UDF കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഫെബ്രുവരി 1-ാം തീയതിയാണ് കട്ടപ്പനയിലെത്തുന്നത്. കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി മലയോര കർഷക ജനതയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനുള്ള ശക്തമായ താക്കീതായി മലയോര ജാഥ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള 2 ഗവൺമെന്റുകളിലും ഇടുക്കിയിൽ നിന്ന് 2 മന്ത്രിമാർ ഉണ്ടായെങ്കിലും രണ്ടുപേരും ഇടുക്കിയുടെ ശാപമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷ നേതാവും ഐക്യജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരും പങ്കെടുക്കുന്ന സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏറ്റവും അഫക്റ്റ് ചെയ്യപ്പെടുന്ന പ്രദേശം എന്ന നിലയിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം സംസ്ഥാന അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടും എന്നതാണ് കാര്യം. എന്ന് മാത്രമല്ല, വിജയിപ്പിക്കാൻ തന്നെ ആവശ്യമാണ്. CHR ഇഷ്യൂ ഏറ്റവും ലൈവാണ് നിൽക്കുന്നത് നമ്മുടെ ഈ മേഖലയിലാണ്. അത് മറ്റു ജില്ലകളിലില്ല. പിന്നെ നിർമ്മാണ നിരോധനം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലാണ്. മറ്റുള്ളിടത്തേക്ക് അഫക്ട് ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഇനിയൊരു സംശയം വേണ്ട, ഉടനെയൊന്നും കട്ടപ്പനയിൽ ആർക്കും ഇനി ഒരു കെട്ടിടത്തിനും നിർമ്മാണ അനുമതി കിട്ടത്തില്ല. ഇപ്പോൾ കെട്ടിടം കെട്ടിയ ആർക്കും ഇനി പട്ടയം കിട്ടാനും പോകുന്നില്ല. അത് വേണമെങ്കിൽ ഇപ്പൊ പാസ്സാക്കിയ നിയമ ഭേദഗതി കൊണ്ട് കാര്യമില്ല. 61 നിയമത്തിലെ 4-ാം വകുപ്പ് ഭേദഗതി ചെയ്യണം. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, ബീന ടോമി, മനോജ് മുരളി, ഫിലിപ്പ് മലയാറ്റ്, സിനു വാലുമേൽ, ജോയി കുടക്കച്ചിറ, ജോസ് മുത്തനാട്ട, ജോയി ആനത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു.